ഇത് പൊന്യത്തങ്കം തലശ്ശേരി പൊന്യത്ത് നടക്കുന്ന ഏഴരക്കണ്ടി വയലിൽ നടക്കുന്ന പൊന്യത്തങ്കം കളരി ഫെസ്റ്റിവലാണ്. ഇത് ബേസിക്കലി ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുള്ള കളരി സ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്നിട്ട് കളരി അഭ്യാസങ്ങൾ കളിച്ച് കാണികളെ ത്രസിപ്പിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ സ്ഥലം കതിരൂര് പഞ്ചായത്തിൽ വരുന്ന പൊന്യത്താണ് ഈ കൊല്ലം കളരി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ഏഴരക്കണ്ടി വയലിലാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു അങ്കത്തട്ട് പണിതിട്ടുണ്ട്. അങ്കത്തട്ട് എന്നാണ് കളരി പ്രാക്ടീസും കളരി അഭ്യാസവും കളരി അടവുകളെല്ലാം നടക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ സ്കൂളിൽ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ സ്ഥലമാണത്. രാത്രി 7 മണി തൊട്ട് 10 മണി വരെ ആയിരുന്നു കളരി അഭ്യാസവും പ്രകടനങ്ങളെല്ലാം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. തീപ്പൊരി കൊണ്ടുള്ള കളിയുണ്ടായിരുന്നു. അതുപോലെ വാള്, കത്തി, കട്ടാര, ഉറുമി, അതുപോലെ തന്നെ ഗദ, അങ്ങനെ ഒരുപാട് വെപ്പൺസ് കൊണ്ടുള്ള ഭയങ്കര പ്രകടനം തന്നെ. നമ്മൾ സിനിമയെല്ലാം കാണുന്നത് നേരിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് കാണാന്ന് പറഞ്ഞാൽ അതും ഇന്ത്യയിലെ പല സ്ഥലത്തുനിന്നില്ല പല രീതിയിലുള്ള ടെക്നിക്സും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു കളരിപ്പായിട്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്ത കൊല്ലമാണ് ഉണ്ടാവുക, ഫെബ്രുവരി മാസം. കാണാത്ത ആൾക്കാർ അന്വേഷിച്ചിട്ട് പൊന്യത്തെത്തുക. നമ്മളെ കണ്ണൂർ തലശ്ശേരി പൊന്യത്ത് അവിടെയില്ല ഈ പറഞ്ഞ പോലെ കുറേ കാഴ്ചകളും ഭക്ഷണത്തിൻ്റെ സ്റ്റാളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കളരി കുട്ടികളാണ്. ഓരോ സ്കൂളിൻ്റെ കുട്ടികളായിരുന്നു. പൊന്യത്ത് നിന്നുള്ള കുട്ടികളുണ്ട്, അതുപോലെ വടകരയിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു, പൊന്നാനി ഇല്ല കുട്ടികളുണ്ട്, എടപ്പാളിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അങ്ങനെ മണിപ്പൂരിൽ നിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ലോക്കൽ മാർഷൽ ആർട്സ് ആൻഡ് ഡാൻസ് ഫോം അത് അവർ കാഴ്ചവെച്ചിരുന്നു അവിടെ. അപ്പോൾ ഒരു കളരിപ്പയറ്റിൻ്റെ ഒരു വേദി തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് പൊന്യത്തങ്കം പൊന്യത്ത് തലശ്ശേരി കണ്ണൂരില്ല. അപ്പോൾ അടുത്ത കൊല്ലം ഇനി നടക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരിക. നിങ്ങൾക്ക് നേരിട്ട് കാണേണ്ട ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ടേക്ക് കെയർ. വീഡിയോ അവസാനം വരെ കാണുക. എൻജോയ്. കതിരൂർ ഗുരുക്കൾ അനുസ്മരണ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും.
ക്ഷണിക്കുന്നു. അടുത്തതായി വേദി ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു ഖ്യാതി ഈ പൊന്നുതങ്കത്തിന് നേരിടുന്നത് ഞങ്ങളുടെ ആരാധ്യനായ നിയമസഭാ സ്പീക്കർ, ഞങ്ങളുടെ പ്രിയങ്കരനായ ജനകീയ MLA അഡ്വക്കേറ്റ് A.N. ഷംസീർ അവരുടെ നേതൃത്വം മാത്രമാണ്. ഇന്ന് ലോക ടൂറിസം മാപ്പിൽ പോലും പൊന്നുതങ്കം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസം 3-ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കളരിപ്പയറ്റും കളരി സംസ്കാരത്തെ വ്യാപിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മഹാജനങ്ങളെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങൾക്ക് വെളിച്ചം ഓരോ വർഷം കഴിയുന്നതോറും പുണ്യത്തിന്റെ ഖ്യാതി പടർന്നു വന്നിരിക്കുകയാണ്. ഏഴരക്കണ്ടത്തിന്റെ ഖ്യാതി, പുണ്യതങ്കത്തിന്റെ ഖ്യാതി ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും കലാകാരന്മാർ ഇതിനോടൊപ്പം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ, നേപ്പാൾ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും